വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ് ഗൈസ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ജേണൽ ഐഡിയാസ് നോക്കാം. ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഞാൻ ഇടാൻ കാരണം സപ്ലൈസ് ഇല്ലാതെ ജേണൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ ഒരു സപ്ലൈസ് പോലും യൂസ് ചെയ്തിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങിച്ച സപ്ലൈസ് ഒന്നും പോലും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് പോലും യൂസ് ചെയ്തിട്ടില്ല. പിന്നെയാണ് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച സപ്ലൈസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു ജങ്ക് ജേണലാണ്. മൊത്തമായിട്ട് 4 ജേണൽസ് ആണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജങ്ക് ജേണലിന് മൊത്തം നമ്മൾ ഈ ഒരു ഡപ്പയാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ഫാൻറ്റസി കൊണ്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഡാർക്ക് ഫാൻറ്റസി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയപ്പോൾ ഡാർക്ക് ഫാൻറ്റസി വെച്ച് എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കുഴപ്പമില്ല, കടയിൽ ഡാർക്ക് ഫാൻറ്റസി ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ ഈ ഹൈഡ് ആൻഡ് ചിക്കിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഡപ്പ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ജങ്ക് ജേണൽ ചെയ്യണത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മൊത്തം നമ്മൾ ഈ ഒരു ഡപ്പ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വോയിസ് ഓവറിൽ എൻ്റെ പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമുക്ക് പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ ചീന്തി എടുത്തിട്ടാണ് ഈ ഒരു ജേണൽ ചെയ്യണത്. എക്സ്പയറി ഡേറ്റ് മുതൽ പ്രൈസ് മുതൽ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്താലും നോ പ്രോബ്ലം. നമ്മളിപ്പോൾ ഈ ജങ്ക് ജേണൽ ചെയ്യണ പോലെ ഒരു ഐഡിയയും കൂടി ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള മെമ്മറീസ് നമ്മൾ വെറുതെ ഏതെങ്കിലുമൊക്കെ കവറിലൊക്കെ ഇട്ട് വെക്കുന്നതിൻ്റെ പകരം ഇതുപോലെ വെട്ടിക്കൂട്ടി ഒട്ടിച്ചെടുത്താൽ കുറച്ചുകൂടി അടിപൊളി മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ കയ്യിൽ അത്രയ്ക്ക് മെമ്മറീസ് ഒന്നുമില്ല. ഉള്ളത് കുറച്ച് മിഠായി കവറുകളൊക്കെയാണ്. അപ്പോൾ അത് എനിക്ക് വെക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെമ്മറി പോലെ ഞാനൊരു ചെറിയൊരു ജേണലിൻ്റെ ഐഡിയയും കൂടി പറഞ്ഞുതരാം. ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ചെയ്യാത്തത് എൻ്റെ കയ്യിൽ മെമ്മറീസ് ആയിട്ടുള്ള തിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അത് എല്ലാം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ്. എന്താണ് ഐഡിയ എന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അതായത് നമ്മുടെ മെമ്മറി തിങ്സ് എന്താണോ അത് ജസ്റ്റ് വെട്ടിക്കൂട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സ്റ്റിക്കേഴ്സോ റൈറ്റിങ്സോ എല്ലാം കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടോ സൈഡിലൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത പേജിലായിട്ടോ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ കൂടെ ആരാണോ ഉണ്ടായിരുന്നത്, ആ മെമ്മറീൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്, ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ ഒപ്പം നടന്ന കുറച്ച് ടോക്സ്, അതേപോലെ തന്നെ ഇമോഷൻസ്, മെമ്മറീസ് ആയിട്ട് നമുക്കത് എഴുതി വെക്കാം. സത്യം പറയാലോ, ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കരയാൻ തോന്നും, ചിലപ്പോൾ നമുക്ക് ചിരിക്കാനും തോന്നും. അപ്പോൾ നിങ്ങളുടെ കോട്സിനനുസരിച്ചിരിക്കും ചിരിക്കണോ കരയണോ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വെട്ടി ഒട്ടിച്ചതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കളറാക്കാനായിട്ട് അവിടെ ഇവിടെയും കുറച്ച് റൈറ്റിങ്സും പിൻട്രസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഫുഡ് കോഡ്സൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ജേണൽ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജേണൽ ചെയ്യാൻ ആരും മറക്കരുത്. എന്തായാലും ഒറ്റ തവണയെങ്കിലും ട്രൈ ചെയ്യണം. കാരണം അത് പിന്നീട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു മൊമെന്റ് പറയുന്നത് അതൊരു അടിപൊളി മൊമെന്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ജേണലിലോട്ട് കിടക്കാം. ഇതൊരു പക്കാ വിൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പക്കാ വിൻറ്റേജ് എന്നല്ല, ഒരു വിൻറ്റേജ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വിൻറ്റേജ് ആയിട്ടുണ്ട്, പക്ഷേ എന്നാലും പക്ക എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. ഇത് ഞാനൊരു ബ്രൗൺ നമുക്ക് ക്യാരി ബാഗൊക്കെ കിട്ടുമല്ലോ, ആ ഒരു പേജ് വെച്ചിട്ട് ഫസ്റ്റ് ഫുള്ളായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ടുള്ള ഒരു ക്യാരി ബാഗ്, ഒന്നില്ലെങ്കിൽ ഡാർക്ക് എടുക്കാം അല്ലെങ്കിൽ ലൈറ്റ് എടുക്കാം. നമ്മൾ ബാക്കിൽ എന്താണോ ഒട്ടിച്ചത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കരിയിച്ച് കൊടുക്കുന്നുണ്ട്. പേപ്പർ മൊത്തം കട്ടിപ്പോണ്ടതായിരുന്നു വീഡിയോ നോക്കി ചെയ്തുകൊണ്ട്. ഭാഗ്യത്തിന് ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ക്യാമറയിൽ നിന്ന് കണ്ണെടുത്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുളിച്ച് കൊടുത്താൽ നല്ല അടിപൊളി നമുക്ക് ടെക്സ്ചറായിട്ടുള്ള ഒരു പേപ്പർ കിട്ടും. ഈ സ്റ്റിക്കേഴ്സ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് വെട്ടി ഒട്ടിച്ച സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞാൽ ഏകദേശം 1 വർഷം ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കേഴ്സൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമാണ് ഞാൻ സപ്ലൈ എന്ന് പറയാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറൊന്നും, ഇതൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താലും മതി. ഇങ്ങനെ ഒട്ടിക്കണം എന്ന് നിർബന്ധമില്ല. അതായത് ഞാൻ ഇനി 3ാമത് ചെയ്യുന്ന ജേണലിൽ അതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചൊട്ടിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ജേണലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വിൻറ്റേജ് ആയതുകൊണ്ട് മാത്രം ഞാൻ ചെറുതായിട്ട് ചെറിയ 2-3 സപ്ലൈസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ആൻഡ് ഇത് ചെയ്ത് വന്നപ്പോൾ, അതായത് ഇതിന് റൈറ്റിങ്സും പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് വന്നപ്പോൾ ഒരു പക്ക ഗേളി വൈബായിട്ട്, ഒരു വുമൺ വൈബായിട്ട്
ഉള്ള ജേണലായി മാറിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എന്താ പറയുക എടുത്ത് നിൽക്കുന്ന പോലെ തോന്നിക്കാനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ബൈ ദ ബൈ, ഞാൻ വരച്ച ചിത്രം എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിച്ചത് എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ടുള്ള ജേണലിനെ പറ്റി നോക്കാം കേട്ടോ. ഞാൻ ഇന്ന് ചെയ്ത 4 ജേണലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ജേണലാണ് ഈ ഒരു മൂന്നാമത് ചെയ്ത ജേണൽ. ഇത് ഞാൻ ഒരു മ്യൂസിക് വൈബിലുള്ള ജേണലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ 4-5 ഇമ്പോർട്ടൻറ്റ് ലൈൻസ് എഴുതി പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കളറാക്കിയ ഒരു ജേണൽ. ഈ ഒരു ജേണൽ ചെയ്യാൻ നമുക്ക് ടോട്ടൽ 2 പേജ് വേണം. ഫസ്റ്റത്തെ പേജിലെ ചെറിയൊരു ഭാഗം നമ്മളൊന്ന് കീർച്ച് കളഞ്ഞ് അതിൻ്റെ ബാക്കിലെ പേജിൽ ആ ഒരു കീർച്ച് കളഞ്ഞ ഭാഗം മൊത്തം ഒരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് വൈറ്റും ബ്ലാക്കും ഉള്ള കോമ്പിനേഷൻ നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവം. അതായത് നമ്മൾ നേരത്തെ കീർച്ച് കളഞ്ഞ ആ ഒരു പേജിൽ തന്നെ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അതിൽ തന്നെ ഒരു റാൻഡം ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒന്ന് വരച്ചെടുത്ത് കളർ ചെയ്ത് വെട്ടിയെടുത്തു. ആ വെട്ടിയെടുക്കുമ്പോൾ കുറച്ച് വൈറ്റ് പോർഷൻ വെച്ചിട്ട് വെട്ടാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു ബ്ലാക്കിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. എനിക്കാണെങ്കിൽ ആ സ്റ്റിക്കർ വെച്ച് ഇവിടെ ഒട്ടിച്ചു കൊടുത്തതാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, ഞാൻ അതിൻ്റെ ഒരു ഫാനായി ഗൈസ്. എൻ്റേതായിട്ടുള്ള കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ എഴുതി ആദ്യം തന്നെ മ്യൂസിക് എന്ന ഒരു ഹെഡിങ് കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് മ്യൂസിക് വേർഡ്സ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ശരിക്കും പറയേണ്ടത്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു. ആൻഡ് അതൊക്കെ ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പാറ്റിൻ്റെ കുറച്ച് ലൈൻസൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ആരാധിക സോങ്ങാണ് ഞാനിവിടെ എഴുതിയെടുത്തത് കേട്ടോ. സത്യം പറയാലോ, ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ക്യാമറ നല്ല വൈഡായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്ത ജേണൽസിൻ്റെ ഒന്നും ശരിക്കത്തെ ഭംഗി ഈ ഒരു ക്യാമറയിൽ കാണുന്നേ ഇല്ല. ഇതിനേക്കാളും 100 ഇരട്ടി ഭംഗിയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഇത് നേരിട്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാമത്തെ ജേണലിൻ്റെയൊന്നും ഭംഗി നമ്മുടെ ക്യാമറയിൽ ശരിക്കും പതിഞ്ഞിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 4ാമത്തെ ജേണലിലോട്ട് കടക്കാം. 4ാമതായിട്ട് നമ്മുടെ ഒരു മൂഡ് ട്രാക്കർ ജേണലാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ജേണലിന് വെട്ടലും ഒട്ടിക്കലും ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. കുറച്ച് സ്കെച്ചും പെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ജേണൽ. പിന്നെ മൂഡ് ട്രാക്കർ ജേണലിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല, കുറേ തവണ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും പറയാത്തത് കേട്ടോ. ഈ 4 എണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് പറയാൻ മറക്കാം. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.